കുഞ്ഞെവിടെ അച്ഛാ? എന്താ അച്ഛാ? അനന്തപത്മനാഭനെ കണ്ടില്ല. അയാൾ അവിടെ താമസമില്ലെന്നാ പറയുന്നത്. അവിടെ ഇപ്പൊ വേറെ ആൾക്കാരാ. പിന്നെ എന്റെ മോളെവിടെ? അച്ഛൻ എന്തോന്നും മിണ്ടാത്തെ? എന്റെ മോൾ എവിടെയെന്ന്? അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും. നീ സമാധാനമായിട്ടിരിക്കും. ഒരു പക്ഷേ നാട്ടിൽ അയാളുടെ വീട്ടിൽ കാണും, അമ്മയുടെ അടുത്ത്. കരയാതെ മോളെ, എവിടെ ഉണ്ടെങ്കിലും കുഞ്ഞിനെ അച്ഛൻ കൊണ്ടുവരാം. അനന്തപത്മനാഭന്റെ വീടല്ലേ? ആമാ. നീങ്ക യാരേ? ഞാൻ മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ. അനന്തു ഇവിടെ ഇല്ലല്ലോ, എറണാകുളത്താ. അവിടെ പോയി അന്വേഷിച്ചു. അവിടെ നിന്ന് താമസം മാറ്റിയെന്നാ പറഞ്ഞത്. അതെപ്പടി? ഇന്നലെ അവന്റെ കത്ത് വന്നാണല്ലോ. അതില് താമസം മാറുന്ന വിവരമൊന്നും എഴുതിയിട്ടില്ലല്ലോ. അല്ല, നീങ്ക എങ്കേരുന്ന് വരുന്നു? എന്താ വിശേഷം? കണ്ടിട്ട് വല്ല അത്യാവശ്യമുണ്ടോ? യാരോ ആരാ? അനന്തപത്മനാഭൻ. പുള്ളി ഇവിടെയല്ല, ഈ ഫ്ലാറ്റില. ആ കോളിംഗ് ബെല്ലൊന്ന് അടിച്ചു നോക്ക്. അയാൾ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. പകലധികം ഉണ്ടാവാറില്ല. എവിടുന്ന? എപ്പ വന്നാലാ ഒന്ന് കാണാൻ പറ്റിയ? പുള്ളിക്കാരൻ എപ്പോഴും ബിസിയാ. വളരെ റയറായിട്ടേ ഇവിടെ ഉണ്ടാകാറുള്ളൂ. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ വരുമ്പോ ഞാൻ പറയാം. ഞാൻ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം. കിങ്ങിണി, കിങ്ങിണിക്കുട്ടി. മോളെ, കിങ്ങിണിക്കുട്ടി, കിങ്ങിണി മോളെ. ബാർഗെയിൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പെട്ടി ചുമക്കാനല്ല, കുട്ടിയെ ചുമക്കാനാണ്. ഇതാ പെട്ടി പിടിച്ചോളൂ. ആ കുട്ടിയെ തരൂ. പിടിച്ചോളൂ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. അച്ഛൻ എന്തൊക്കെയോ മറയ്ക്കുന്നു. എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? അയാൾ മോളെ തന്നില്ലേ? തരില്ല. എന്നോടുള്ള വാശി തീർക്കാവും. അച്ഛന് നിർബന്ധമായിട്ട് എടുത്തോണ്ട് പോരായിരുന്നില്ലേ? എല്ലാം വരുത്തി വെച്ചിട്ട് മിണ്ടാൻ നിൽക്കുന്ന കണ്ടോ? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. അപ്പൊ പിന്നെ അച്ഛന് സമാധാനാവും. എല്ലാ ബാധ്യതകളും തീർന്നു കിട്ടുമല്ലോ. വാ. വാ മോളെ. ഞാൻ ഇവിടെ നിന്നോളാം. മോളെ, അയ്യോ എന്റെ കുഞ്ഞ്. മോളെ, അവിടെ നിൽക്കൂ. എന്റെ മോളെ ഇങ്ങ് തരൂ. അച്ഛാ, എന്റെ കുഞ്ഞ്. എന്താ 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 എന്താ? എന്റെ കുഞ്ഞായത്. എന്റെ കുഞ്ഞാ? ആരാത്? എന്റെ മോളാ. അവളുടെ കുഞ്ഞായി. തൊട്ടുപോരുത്. കുഞ്ഞിനെ തൊട്ട് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അയ്യോ എന്റെ കുഞ്ഞായത്. അച്ഛാ, ബാർഗെയിൻ ചെയ്യരുത്, ബാർഗെയിൻ ചെയ്യരുത്. ഞാൻ ഇയാളുടെ പല പ്രാവശ്യം പറഞ്ഞുള്ളതാ. നിങ്ങൾ എന്ത് പൂരം കാണാൻ നിൽക്കണേ? പോയി അവിടുന്ന്. കുഞ്ഞിനെ തന്നേക്ക് സാർ. സാർ, ഇയാൾ എന്നും കൽപ്പിച്ചാണ് ഇരിക്കുക. ഇന്നാളൊരു ദിവസം അനന്തപത്മനാഭൻ പറഞ്ഞു. ഞാൻ മോന്താൻ അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞു. ഇപ്പൊ അച്ഛനും മോളും കൂടി വന്നാൽ ഞാൻ സമ്മതിക്കുന്ന കുഞ്ഞിനെ തന്നേക്ക്. പ്രാന്തൻ. അയ്യോ ഇല്ല, അത് അവളുടെ കുഞ്ഞാ.
ആ കുഞ്ഞിനെ ഇങ്ങ് തന്നാ ഞാനും എന്റെ മോളും കൂടി പോയിക്കോളാം. അയ്യടാ ഞാൻ എന്റെ മോണിൽ പൊയ്ക്കോളാന്നാ. ഈ കൊച്ചിനൂടെ 3 അച്ഛന്മാരുണ്ട്. അവര് വന്ന് ചോദിച്ചാൽ ഞാൻ എന്താ എടുത്ത് കൊടുക്കുക? ഒരു മുറി നാളികേരോ? സമാധാനായിട്ട് കേക്കൂ. സമാധാന അതെ, സമാധാനമായിട്ട് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നാമത് സ്ത്രീയായിട്ട് സംസാരിക്കുന്നത് ഞാൻ എനിക്കില്ല. ഒന്ന് പറയട്ടെ. ഇപ്പൊ പറയണ ഞായറാഴ്ച പറയാം. കുഞ്ഞിനെ ഇങ്ങ് എന്റെ മോളെ ഇങ്ങ് തരൂ. വാതില് തുറക്കൂ, വാതില് തുറക്കൂ. ഒന്ന് തുറക്കൂ. എന്റെ മോള് അച്ഛാ, വാതില് തുറക്കൂ. അപ്പുറത്ത് പുറത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നല്ലേ? എന്റെ മോളകത്ത് അയാള് തരുന്നില്ല. നിങ്ങളെ മോൾ? അതെ, അകത്തുള്ളത് ഇവളുടെ കുഞ്ഞാ. അയാളോടൊന്ന് കഥ കുറക്കാൻ പറ. നിങ്ങളെ മോളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ? കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളാണോ? ചോദിച്ചതിന് വളച്ചിട്ടില്ല, ഉത്തരം പറയണം. വാതില് തുറക്ക്. അതെ, വാതിലി ഔട്ടി പൊളിക്കരുത്. മാന്യന്മാർ താമസിക്കുന്ന സ്ഥലം അത്. ദയവ് ചെയ്ത് അയാളോട് ആ കൊച്ചിനെ ഇങ്ങ് തരാൻ പറ. കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് തിരിച്ചു ചോദിക്കുമ്പോ എടുത്തു തരാൻ എന്താ ബാങ്ക് ലോക്കറാ? അങ്ങനെ കരഞ്ഞു ബഹളം കൂട്ടിക്കൊണ്ടൊന്നും കൊച്ചിനെ കിട്ടാൻ പോണില്ല. സാർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ കുഞ്ഞിനെ വാങ്ങിത്തരണം. നിങ്ങൾ എന്റെ കാല് പിടിച്ചുകൊണ്ടൊന്നും കുട്ടിനെ കിട്ടാൻ പോണില്ല. അതിനിപ്പോ തടിമെടുക്കുള്ള അവകാശങ്ങളുണ്ട്. കൊച്ചിനെ ഞാൻ എടുത്തെന്നാൽ തന്നെ അവര് വന്നിട്ട് എന്നിട്ട് പെരുമാറും. കാരണം ഒരു കാര്യം ചെയ്യും, മകളെ വിളിച്ചോണ്ട് പോ, എന്നിട്ട് സമാധാനമായിട്ട് പിന്നെ വാ. ഇവിടത്തെ സാറുമാരായിട്ട് സംസാരിച്ചിട്ട് കൊച്ചിനെ കൊണ്ടുപോവേ വേറെ ഏതെങ്കിലും ഫ്ലാറ്റിൽ കൊണ്ടുപോയി വെക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്നൊന്നും ഒഴിവാ. പൊളിക്കരുത്, കൂട്ടിപ്പോയേ. മോളെ സാറൊന്നുമില്ല, വേണ്ട. സാറും തീരൊന്നും ഇവിടെ വേണ്ട. സാർ പ്ലീസ്. നമുക്ക് സമാധാനമായിട്ട് പിന്നെ വരാം. വാ. വാ. വാ, പോവാം. അല്ലെങ്കിൽ താൻ കാണുന്നവരുടെയൊക്കെ മദർ ടങ്ങും മാങ്ങാത്തലിയൊക്കെ ചോദിക്കുമല്ലോ. അറ്റ്ലീസ്റ്റ് ആ സ്ത്രീ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്നെങ്കിലും ഒന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? ബാർഗെയിൻ ചെയ്യരുത്. വരുന്നവരൊക്കെ ആരാണ്, എവിടുന്ന് വരുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ അതിന് നിങ്ങൾ ശമ്പളവും തരണില്ലല്ലോ. ശിശുപരിപാലനം മാത്രമാണ് എന്റെ ജോലി. പിന്നെ ശിശു സംരക്ഷണവും അതിൽ പെടും. അതുകൊണ്ടാണ് കുട്ടിയെ ചോദിച്ചപ്പോ ഞാൻ കൊടുക്കാതിരുന്നത്. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചാമേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ കിങ്ങിണി അന്വേഷിച്ച് അവർ ഇനിയും വരും. അമ്മയാണെന്ന് തെളിവൊന്നുമില്ലല്ലോ. ചേഷ്ടകളും ഗോഷ്ഠികളും കണ്ടിട്ട് അമ്മയാണെന്ന് ഉറപ്പാ. മദർ ഫീലിങ്സ് കണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത്രയും നാളായിട്ടും ഒരാളും അന്വേഷിച്ചു വരായിരുന്നപ്പോ കരുതി ഇനി ആരും വരില്ലെന്ന്. കുട്ടിക്ക് ഇങ്ങനെ ഒരു അവകാശമുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഓർഫനേജിൽ നിന്ന് ദത്തെടുത്താണെന്ന് കള്ളം പറഞ്ഞില്ലേ? കള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒന്ന് ചിലക്കാൻ പോടോ. കേട്ടോ പോണി? താൻ കൊച്ചാണെന്നൊന്ന് പോയി കേട്ടോ ഉണ്ണി? നോക്ക്. ഓടോ. ഓ, മലയാളീസിന്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. അവര് വീണ്ടും അന്വേഷിച്ചു വന്ന് നമുക്ക് കിങ്ങിണി കൊടുക്കേണ്ടി വരില്ലേ? അമ്മയാണെങ്കിൽ കൊടുക്കാതെ പിന്നെ എന്താ ചെയ്യാ? അങ്ങനെ ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ വന്ന അമ്മയാണെന്ന് പറയാൻ നമുക്കും കൊടുക്കാൻ ഒക്കൂ? നമുക്ക് നമ്മുടെ കിങ്ങിണിയുടെ പുറത്തൊരു അവകാശമില്ലടാ. സാറിനറിയോ പെണ്ണിനും തന്തനി? ഏത് പെണ്ണ്? അപ്പൊ സാറൊന്നും അറിഞ്ഞിട്ടില്ലേ? അപ്പുറത്തെ സാറുമാരുടെ കയ്യിലുള്ള ആ കൊച്ചിനും ചോദിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഇവിടെ വന്ന് ഭയങ്കര ബഹളായിരുന്നു. അതിന്റെ കൊച്ചാണത്രേ. ഒരു വിധത്തിലൊക്കെ ഞാൻ അതിന് ഉന്തി തള്ളി പറഞ്ഞയച്ചു. അവര് സാറിന് ചോദിച്ചുകൊണ്ടാണ് വന്നത്. ഇനി സാറിന്റെ വല്ലവരും ആണോ? മോളെ, എത്ര നേരമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്? എഴുന്നേറ്റ് പോയി മുഖം ഒന്ന് കഴുകാതെ. ഒരു പരിചയമില്ലാത്ത ആരുടെ കയ്യിൽ എന്റെ മോള്. അവൾക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ. അതോർത്ത് സമാധാനിക്കല്ലേ വേണ്ടത്. നാളെ എങ്ങനെയേ അവരെ ചെന്ന് കണ്ട് കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ വരും. മോളെ എഴുന്നേൽക്ക്.
കാട്ട് കള്ള കുട്ടിയെ മോഷ്ടിക്കാൻ അറിയിരിക്കാൻ നീ അല്ലേ? ഇന്നാ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ വരരുതെന്ന്? എന്റെ കുടിക്കുന്ന മണ്ണിൽ കഞ്ഞി വരണേ നോക്ക്. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ലാംഗ്വേജ് പ്രോബ്ലം ആണോ? ഞാൻ ബാർഗെയിൻ ചെയ്യരുത്, ബാർഗെയിൻ ചെയ്യരുത്. ഇത് ഞാൻ നിങ്ങൾ പറഞ്ഞതാ. ഇനി താൻ ഇവിടെ നിന്നാൽ ഞാൻ പോലീസിനെ വിളിച്ച് തന്നെ വെടിവെക്കാനുള്ള ഏർപ്പാടുണ്ടാക്കും. ഇങ്ങനെയുണ്ടോ മലയാളീസ്? മലയാളീസ് എങ്ങനെ പെരുമാറണേ? നാട് കുട്ടിച്ചോറൊക്കെ നടക്ക. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുട്ടിയോ കുട്ടിയെ ഷെഡിയോ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എടോ കിങ്ങിണി എവിടെ? എങ്ങനെയല്ലേ ഇത്? ഇങ്ങനെയോ? ഇവിടെ ഇല്ലേ? ഞാൻ ഇവിടെ ഉറക്കി എടുത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ കിടന്നത്. എന്റെ അമ്മോ, കുറച്ചു നേരത്തെ ആ പെരട്ട കിളവൻ വന്നിട്ടുണ്ടായിരുന്നു. ഏത് പെരട്ട് കളവൻ? ഇന്നാള് പറഞ്ഞില്ല ഒരു കിളവനും പെണ്ണും അവർ കൊണ്ടുപോയിട്ടുണ്ട്. കൊച്ചിനെ നോക്കാനല്ലേ ഇവിടെ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? എന്നിട്ട് പാല് തുറന്നിട്ട് താൻ ഇവിടെ കിടന്ന് ഉറങ്ങുക? എടോ ഞങ്ങൾ കിങ്ങിണി എവിടെയാണ്? എനിക്കറിയില്ല. എന്താടാ കിങ്ങിണിയെ കാണുന്നില്ലടാ? ആരോ എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നു. കിങ്ങിണി, നീതു കിങ്ങിണിയെ കണ്ടോ? കിങ്ങിണി. സുജി കിങ്ങിണിയെ കണ്ടോ? എന്താ ഉണ്ണി? എന്താ എന്താ ഇങ്ങനെ കാണുന്നില്ല? എന്റെ അമ്മേ, ചോർ! ഓ ചോർ ചോർ! ആ, ഇത് ചോർ ചോർ क्या ചോർ. हुआ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഡോക്ടർ സാറേ. बच्चे के साथ खेलते थे. बच्चे के साथ खेलते थे. तुम सब जाओ, सब जाओ, सब जाओ. बच्चे के साथ खेलते थे. क्या तुम्हारा मदर टंग क्या है? हैं? मदर टंग क्या है? हिंदी. हिंदी. 15 दिन का पहले का मर गया का कुत्ता का गोश्त खाकर बच्चे के साथ खेलते थे. चपाती तुम जाओ. हैं? हाँ.